നമ്മുടെ യൂട്യൂബ് ചാനൽ MBA ടീച്ചറിലേക്ക് സ്വാഗതം. സോ ഈ വീഡിയോ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കറന്റ് ഗോൾ എന്താണ്? കേരള ആണ്. സോ നമുക്ക് കേരളത്തിൽ തന്നെ ഇപ്പോൾ എല്ലാ കുട്ടികളുടെയും ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സെക്ഷനായി മാറിയിരിക്കുകയാണ് നമ്മുടെ LRDA സെക്ഷൻ. എന്താണ് LRDA സെക്ഷൻ? ലോജിക്കൽ റീസണിങ്. നമുക്ക് എല്ലാവരും ചാറ്റ് ബോക്സിലിട്ട് റിപ്ലൈ തരേണ്ടതാണ്. ലോജിക്കൽ റീസണിങ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നാണ് ഈ ടോപ്പിക്കിന്റെ ഫുൾ. സോ ഇതാണ് നമ്മുടെ കാറ്റ് എക്സാമിന്റെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് കറന്റ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് സ്റ്റുഡൻസ് പറയുന്ന ടോപ്പിക് സെക്ഷൻ. സോ എന്തുകൊണ്ടാണ് ഇത് കാറ്റ് എക്സാമിന്റെ ഇപ്പം കറന്റ് ടഫസ്റ്റ് സെക്ഷൻ ആയിട്ട് മാറിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ട് ഇപ്പം നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കേസ് ലെറ്റ്സ്. സോ അതെന്ന് പറയുന്നത് ആക്ച്വലി പ്രാക്ടിക്കൽ സിനാരിയോസ് ബേസ് ചെയ്തിട്ടാണ്. എന്താണ് പ്രാക്ടിക്കൽ സിനാരിയോസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കറന്റ് ഇപ്പം റീസെന്റ് എല്ലാ എക്സാംസ് കാറ്റിന്റെ ഒരു 3 to 5 ഇയേഴ്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കറന്റ് ഒരു പ്രാക്ടിക്കൽ സിനാരിയോസ് ആണ്. ലൈക്ക് ഒരു സപ്ലൈ ഓഫ് വാട്ടർ പൈപ്പ് ടു ബിൽഡിംഗ് സൊസൈറ്റീസ്. നമുക്ക് ഒരു ഹൗസിംഗ് കോളനിയിലുള്ള പല ബിൽഡിംഗ്സിലോട്ടും പോകുന്ന വാട്ടർ പൈപ്പിന്റെ സപ്ലൈ, അതിനെപ്പറ്റി ബേസ് ചെയ്തിട്ടുള്ള കേസ് ലെറ്റ്സ് ചോദിക്കുന്നുണ്ട്. ടിക്കറ്റിംഗ് സിസ്റ്റം, മെട്രോ ട്രെയിനിലെ ടിക്കറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള കേസ് ലെറ്റ്സ്, പ്രിപ്പയറിംഗ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് അറ്റ് KFC അല്ലെങ്കിൽ വേറെ ഔട്ട്ലെറ്റ്സിൽ, ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ സിനാരിയോസ് ആയിട്ട് ബന്ധപ്പെടുത്തിയ കേസ് ലെറ്റ്സ് ആണ് ഇപ്പോൾ കറന്റ് കാറ്റ് എക്സാംസിൽ എല്ലാ DA സെക്ഷൻസിലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ആക്ച്വലി ഇതൊരു ടഫ് സെക്ഷൻ ആക്ച്വലി അല്ല. നമ്മൾ ഇത് പ്രോപ്പർ ആയിട്ട് എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏത് സെക്ഷൻ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ എല്ലാ DA ഈസ് എ വെരി ഈസി സെക്ഷൻ. അതിന്റെ സെക്ഷൻ വരെ നമുക്ക് വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമ്മുടെ ഇനി ഫർദർ വീഡിയോസിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കൺസെപ്റ്റ്സും അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എല്ലാ DA പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്ത് പോകും. ഓക്കെ, നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് കേസ് ലെറ്റ്സ് ആയിരിക്കും ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാറ്റ് എക്സാമിനോട് മച്ച് സിമിലർ. കാറ്റ് എക്സാമിന് ചോദിക്കുന്ന ടൈപ്സ് കേസ് ലെറ്റ്സ് നമ്മൾ ചോദിക്കുന്നു. അത് കൂടാതെ കാറ്റ് എക്സാമിന് ചോദിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ലിറ്റിൽ ബിറ്റ് ഹാർഡർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ലൈക്ക് കേസ് ലെറ്റ്സും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് എക്സാമിന് കിട്ടുന്ന കേസ് ലെറ്റ്സ് വിൽ ബി മോർ ഈസി ദാൻ കമ്പയർഡ് വിത്ത് അവേഴ്സ്. സോ നമ്മൾ ഇവിടെ നമ്മുടെ ഈ ചാനൽ വഴി ഒരു 100+ സെറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ്ലി പഠിപ്പിക്കുന്നതായിരിക്കും വിത്ത് ബെറ്റർ കൺസെപ്റ്റ്സ് അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് ഇത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നൊരു കൃത്യമായ ഒരു ഐഡിയ നമ്മൾ തരുന്നതായിരിക്കും. സോ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഷുവർലി നമ്മൾ സോൾവ് ചെയ്ത് പോകുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ എല്ലാ DA സെക്ഷൻസ് നമ്മൾ കാറ്റ് എക്സാമിന് മാത്രമല്ല, നമ്മൾ MBAയുടെ അനദർ എൻട്രൻസ് എക്സാംസ് ഉണ്ട്, സാറ്റ് മാറ്റ്, അതുപോലെയുള്ള എല്ലാ എക്സാംസിനും ഇത് ഉപകാരപ്പെടും. സോ നമുക്ക് എന്താണ് എല്ലാ DA സെക്ഷനും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ എല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്തേക്കണേ. എല്ലാരും ഇത് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, നമുക്ക് എന്താണ് എല്ലാ DA എന്ന് അറിയാമോ? എല്ലാ DA എന്ന് വെച്ചാൽ നമുക്ക് 2 സെക്ഷൻസ് ഉണ്ട്. ഒന്ന് ഒന്ന് DA. എല്ലാം എന്ന് വെച്ചാൽ ലോജിക്കൽ റീസണിങ്. DA എന്ന് വെച്ചാൽ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. സാർ ഇത് എന്തിനാണ് പറയുന്നത് നമുക്കറിയാം. നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, പെട്ടെന്ന് ടോപ്പിക്കിലോട്ട് പോകുന്നൊക്കെ പറയുന്ന സ്റ്റുഡൻസ് ഉണ്ട്. സോ നമുക്ക് പതുക്കെ ടെൻഷൻ ഒന്നും ഇല്ലാതെ, ലൈക്ക് നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഫ്രീ മൈൻഡിൽ തന്നെ ചെയ്യേണ്ടതാണ്. നമ്മുടെ പ്രോപ്പർ ആയിട്ട് ടീച്ചിങ് സ്കിൽസിനെ ഐക്യൂണിങ് ഡെവലപ്പ് ചെയ്യുന്ന സെക്ഷനാണ്. സോ പേഷ്യൻസ് ഇസ് എ കീ. സമാധാനത്തോടെ എല്ലാം നമുക്ക് ഒരുമിച്ച് ക്ലിയർ ചെയ്ത് പോകാം. സോ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് പസിൽസ് വരുന്നുണ്ട്. നോർമൽ പസിൽസ്, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പസിൽസ് എല്ലാവർക്കും വരുന്നുണ്ട്. പിന്നെ നമ്മൾ അറേഞ്ച്മെന്റ്സ് നമുക്കറിയാം. സർക്കുലർ അറേഞ്ച്മെന്റ്സ്, ലീനിയർ അറേഞ്ച്മെന്റ്സ്, ഓപ്പോസിറ്റ് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, സ്ക്വയർ ടേബിൾ അറേഞ്ച്മെന്റ്. പിന്നെ അതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പാരാമീറ്റർ ആയിരിക്കത്തില്ല തരുന്നത്, 2 അല്ലെങ്കിൽ 3 പാരാമീറ്റേഴ്സ് തരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു പേഴ്സന്റെ ലെഫ്റ്റിൽ അല്ലെങ്കിൽ റൈറ്റിലാണ് ഇന്നയാൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ടേബിളിന്റെ ഇന്ന ഡിഫറെന്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ നമുക്ക് 2 പാരാമീറ്റേഴ്സിൽ വരും. 3 പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സന്റെ റൈറ്റ് സൈഡിൽ ടേബിളിൽ ഇവിടെ ഇരിക്കുന്നു, അവിടെ വർക്ക് ചെയ്തിരിക്കുന്ന ആൾ ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന സിറ്റിയിലാണ്. അങ്ങനെ നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാറ്റ് എക്സാം എന്ന് വെച്ചാൽ ഇന്ന തരത്തിൽ ഇവിടെ വെച്ചാൽ ഇന്നത് കിട്ടും അങ്ങനെ പറയുന്ന എക്സാം അല്ലേ. കുറച്ച് കൺഫ്യൂസിങ് ആക്കി നമ്മുടെ തലയിൽ ബുദ്ധി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സാം ആണ് കേട്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ കേട്ട് പുറമേ കൺഫ്യൂസിങ് ആണെങ്കിലും അകമേ ഇറ്റ്സ് സോ ഗുഡ്. അത് നിങ്ങളുടെ IQ, നിങ്ങളെല്ലാവരുടെ തിങ്കിങ് ഇംപ്രൂവ് ആക്കും. സോ ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളെപ്പോഴും ഇത് പഠിക്കാൻ. ഓക്കെ, ദെൻ നമ്മൾ നോക്കുന്നത് ക്യൂബ്സ് ആയിരിക്കും. ക്യൂബ് കട്ടിങ്സ് ഓഫ് ദ ക്യൂബ്സ്, പിന്നെ ക്ലോക്ക്, ഡയറക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, കലണ്ടർ, ബ്ലഡ് റിലേഷൻഷിപ്സ്. സോ ഇതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ പോകാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെക്ഷനിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ പോകും. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ തരുന്ന വാക്കാണ്, after this video, like you will have a clear picture what are coming to CAT exam.
NCAT exam. So അത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ആണ്. In further videos you will be great with the concepts of LRDA sections and you will be able to solve all those questions. So നമ്മുടെ സെക്കൻഡ് സെക്ഷൻ LRDA DA എന്താണ്? ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്. അവിടെ ബാർഗ്രാഫ് എലിമെന്റ് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. ടേബുലർ ഗ്രാഫ് ആയിരിക്കും, പൈ ചാർട്ട്സ്, സ്പൈഡർ ഗ്രാഫ്സ്, ട്രയാങ്കുലർ ഗ്രാഫ്സ്, ഗെയിംസ് ആൻഡ് ടൂർണമെന്റ്സ്, റീസണിംഗ് ബേസ്ഡ് സെറ്റ്സ്, മാക്സിമം മിനിമം സെറ്റ്സ്, ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളതായിരിക്കും നമ്മുടെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ്റെ സെക്ഷൻ. സോ ഇത് നമ്മൾ ചെയ്യുന്നത് മാക്സിമം നമ്മൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള എല്ലാവരും ചെയ്ത് വരും. അപ്പം എല്ലാവരും ടെൻഷൻ അടിക്കാതെ ഹാപ്പി ലേണിംഗ് ചെയ്യുക. ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ടൈം ഉണ്ട്. ഓക്കെ, നമുക്ക് നവംബറിലാണ് എക്സാം വരുന്നത്. വി ഹാവ് ഇനഫ് ടൈം. ഹാപ്പി ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്ത് പോകാം. ഇതുപോലുള്ള വീഡിയോസിനാണ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. സോ ലവ് യു ആർ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.